മോർ ഓർ ലെസ് യു ആർ റൈറ്റ് എന്ന ഇംഗ്ലീഷ് പദപ്രയോഗം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വി എസിനോടാണ്. നിങ്ങൾ ജനപക്ഷത്താണെങ്കിൽ നിങ്ങൾ ശരിപക്ഷത്തായിരിക്കും. അത് തന്നെയാണ് വി എസ്. എന്നും ജനപക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും ശരിപക്ഷത്തു കൂടിയായിരുന്നു. അടിസ്ഥാനവർഗ പ്രശ്നങ്ങളിൽ വി എസിന് പുസ്തകത്തിൽ നിന്നോ മറ്റാരാലോ കേട്ട് പരിചയപ്പെടേണ്ട ഒന്നായിരുന്നില്ല. അവൻ്റെ വിശപ്പ്, പട്ടിണി, തൊഴിലില്ലായ്മ, ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയിലെ പീഡനം, ഇതെല്ലാം വി എസ് അനുഭവിച്ചറിഞ്ഞ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത് വി എസിന് മറ്റൊരാളിൽ നിന്ന് കേട്ടറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ ജീവിതത്താരകളിൽ എന്നും അടിസ്ഥാനവർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തി ഇങ്ങനെ നിലകൊണ്ടത്. ആ ശബ്ദമാണ് ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ ലയിച്ച് ആ അഭിവാദ്യങ്ങളായി ഇപ്പോൾ വി എസിലേക്ക് ആളുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാത്രി വൈകി 3 മണിയോട് അടുക്കുന്നു. വിലാപയാത്ര തുടങ്ങി 13 മണിക്കൂറിനോട് എടുക്കുന്നു. ഇപ്പോഴും ജനസാഗരമാണ് എങ്ങും കാണാനുള്ളത്. ഇങ്ങനെ രാഷ്ട്രീയ നേതാവിന് യാത്രയപ്പനി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇത്തരത്തിൽ കർക്കശ നിലപാടുകൾ കൊണ്ട് സമരസപ്പെടാതെ അടിസ്ഥാനവർഗ പ്രശ്നങ്ങളിൽ ഒരിഞ്ച് പിന്നോട്ട് പോകാതെ ഒരു മനുഷ്യൻ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ നിഷ്പക്ഷരായ, നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി, ഒരിക്കലും മായാത്ത ചിത്രമായി ഇങ്ങനെ തങ്ങി നിൽക്കുമെന്നത് മാത്രമാണ് അതിനുള്ള ഉത്തരം. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം, ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അങ്ങനെ വി എസ് എന്ന ദ്വയാക്ഷരി കേരളക്കരയുടെ, മലയാളിക്കരയുടെ നെഞ്ചകത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. അതെന്നും ഒരു അഴിയാ കെട്ടായി അവിടെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ പദവികൾ വഹിക്കുമ്പോഴും ആ പദവിയുടെ അധികാരമെന്ത്, ആ പദവി എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടി വരും രാഷ്ട്രീയ തലമുറയ്ക്ക് പോലും അതെങ്ങനെ കണ്ടുപഠിക്കണമെന്നുള്ള മാതൃകയായിരുന്നു വി എസ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ ഒട്ടനവധി പോരാട്ടങ്ങളുണ്ട്. പലപ്പോഴും ഈ 2001 തൊട്ട് 2006 വരെയുള്ളൊരു കാലയളവിൽ ഒരു ഘട്ടത്തിൽ കർഷകർക്ക് ബാങ്ക് ലോൺ അനുവദിക്കാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പ്രതിപക്ഷ നിലയ്ക്ക് എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യങ്ങൾ എപ്പോഴും ഉയർന്നിരുന്നു. അപ്പോഴും ബാങ്കുകൾ എന്തുകൊണ്ട് ലോൺ കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആ ചോദ്യം സർക്കാരിനോട് ഉയർത്തിയൊരു നേതാവായിരുന്നു വി എസ്. അപ്പോഴാണ് പലരും മനസ്സിലാക്കിയത് ബാങ്കുകളുടെ കാര്യമല്ലേ, അത് ബാങ്കുകൾ തീരുമാനിക്കേണ്ടതല്ലേ എന്ന് കരുതിപ്പോന്ന ജനതയ്ക്ക് മുമ്പിൽ സർക്കാരിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകും. അത്തരത്തിൽ ബാങ്കുകൾ ലോൺ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, കർഷകർക്ക് ലോൺ കൊടുക്കുന്നില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അത് കർഷകനുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ മനുഷ്യനാണ്. അങ്ങനെ ജീവിതകാലം അത്രയും ജനിച്ചു വീഴുന്ന കുഞ്ഞു തൊട്ട് മരണം വരെ ഓരോ മനുഷ്യനും എന്തെല്ലാം അവകാശങ്ങളുണ്ടോ, അതിലെന്തെല്ലാം അവന് ലഭിക്കുന്നു, എന്തെല്ലാം അവന് ലഭിക്കുന്നില്ല, ആ ലഭിക്കാത്ത അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഉറച്ച സ്വരമായിരുന്നു വി എസ്. അതിനുമപ്പുറത്തേക്ക് ഒരു സംവിധാനം പലപ്പോഴും കറപ്റ്റഡ് ആവുമ്പോഴും അഴിമതിയിൽ മുങ്ങുമ്പോഴും അതിനെതിരെ ഉറച്ച ശബ്ദമായി നിന്ന വി എസ് എന്ന നേതാവ്, അത് പലപ്പോഴും ശത്രുക്കളെ വി എസിന് സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ആദർശ രാഷ്ട്രീയത്തിൽ അവരെല്ലാം പിന്നീട് വി എസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഒരു പാർട്ടി നിലയ്ക്ക് അപ്പുറത്തേക്ക് തൻ്റെ നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കാതെ ഒരു സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് തൻ്റെ നിലപാടുകൾ കൊണ്ട് വളർന്ന വ്യക്തിത്വം, മഹാത്ഭുതം വി എസ് എന്ന സമരമരം. അലക്സ ബഹ്മൻ നമ്മോടൊപ്പം ചേരുന്നു. അലക്സ, രാത്രിയുടെ വൈകിയ നിമിഷങ്ങളാണ്, 3 മണി പിന്നിടുന്നു. പക്ഷേ വഴിത്താരകൾ ഇപ്പോഴും വെളിച്ചമുള്ളതാണ്. ഇരുട്ടിനെ പകലാക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യർ, പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ഇപ്പോഴും ഒഴുകിയെത്തുന്നു. അണമുറിയാതെ ഓരോ ഇടങ്ങളിലായി അവർ കാത്തു നിൽക്കുന്നു. അതാ മനുഷ്യനോട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന, കേരള പൊതുബോധത്തിന് ചെയ്യാൻ കഴിയുന്ന, പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമാണ് അന്ത്യാഭിവാദം അദ്ദേഹത്തിന് അർപ്പിക്കുക എന്നുള്ളത്. കാരണം അദ്ദേഹം നടന്നു നീങ്ങിയ പോരാട്ട ചൂടിൻ്റെ വീഥികളിലെല്ലാം നമ്മൾ കണ്ടത് ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് വി എസ്. അദ്ദേഹം നേടിത്തന്ന അവകാശങ്ങൾ, അദ്ദേഹം പരിഹരിച്ച പ്രശ്നങ്ങൾ, അത് അനുഭവിച്ചറിയാത്ത മനുഷ്യർ കേരളത്തിൽ ഉണ്ടാകില്ല അലക്സ്. സുഹൈല, ഈ വിലാപയാത്ര കൊട്ടിയം കഴിഞ്ഞടുത്ത് ചിന്നക്കട ലക്ഷ്യമാക്കിയാണ് ആ വാഹനവ്യൂഹം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മഴ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മഴയുടെ ചെറിയ ലാഞ്ചന ഇപ്പോൾ വീണ്ടുമുണ്ട്.
ചിന്നക്കടയിലേക്ക് വാഹനവ്യൂഹം വരികയാണ്. വലിയ തോതിൽ ആളുകൾ അതാ വഴിയിടങ്ങളിൽ നിന്ന് കൈകാണിക്കുകയാണ് ഈ വാഹനത്തിന് നേർക്ക്. ഒന്ന് നിർത്തിക്കൊടുക്കാൻ ആംഗ്യം കാണിക്കുകയാണ് ജനങ്ങൾ. പൊതുജനങ്ങൾ വീടുകളിൽ നിന്ന് ഓടിയിറങ്ങുകയാണ്. അമ്മമാർ പൂക്കളുമായി ഓടിയിറങ്ങുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഭിവാദനം നേരാൻ ഒരു നോക്ക് കാണാൻ അവർ കാത്തുനിന്നതാണ്. അങ്ങനെ അവർ ഈ വൈകിയ വേളയിൽ ഈ 3:15 സമയത്ത് മണി 3:10 ആകുന്നു, ഈ പുലർച്ചെ 3:10 ആകുന്നു. ആ സമയത്ത് അവർ ഇങ്ങനെ വീടുകളിൽ നിന്ന് ഓടിയിറങ്ങണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈ രണ്ടക്ഷരം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏത് വിധത്തിലായിരിക്കണമെന്ന് നാം ചിന്തിച്ചാൽ മതി. അത് അത്ര കണ്ട് ഹൃദയവായ്പോടുകൂടി അവർ ഏറ്റെടുത്തിട്ടുണ്ട് VS എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകത്തെ അവർ അത്ര കണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. VS പോരാട്ടം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിലൊന്ന് അടങ്ങാത്ത മനുഷ്യസ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു VS പോരാട്ടം, അങ്ങനെ നമുക്ക് പറയാം. മറ്റൊന്ന് പ്രകൃതിക്കും പരിസ്ഥിതിക്കും വേണ്ടിയിട്ടായിരുന്നു. ആ പോരാട്ടം, ആ നടത്തിയ പോരാട്ടം മുഴുവൻ കേരളത്തിന്റെ പൊതുബോധം കണ്ടതാണ് സുഹൈൽ. ആ പൊതുബോധത്തിനൊപ്പം നിൽക്കുകയാണ് കേരളം ഒന്നടങ്കം ചെയ്യുന്നത്. ഈ യാത്രയിലുടനീളം, ഈ വിലാപയാത്ര കടന്നു വരുന്ന തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് വിവിധ പോയിന്റുകളിലൂടെ കടന്നു വരുമ്പോൾ ആ യാത്രയിലുടനീളം കാണുന്ന അവരുടെ ഹൃദയവായ്പ അതാണ് തെളിയിക്കുന്നത്. അത്തരത്തിൽ അങ്ങേയറ്റം വിഷമവരുടെ മുഖത്തുണ്ട്, ദുഃഖമുണ്ട്, പലരും കരയുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരും അതുപോലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ എന്താണ് VS അവരുടെ ഹൃദയത്തിൽ അത്ര ആഴത്തിൽ ഇറങ്ങിയിരിക്കാൻ കാരണമെന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അവർ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു നേതാവ് ജീവിച്ചിരിപ്പിരുന്നു, തങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു നേതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ മക്കളോട് പറഞ്ഞു കൊടുക്കും. VS എന്ന ദ്വയാക്ഷരയിലൂടെ സംഭവബഹുലമായ സമരജീവിതത്തെ ബാക്കിയാക്കി ആ സൂര്യൻ മടങ്ങുന്നു. പുന്നപ്ര വയലാറിനെ കനാൽ ജ്വലിച്ച വിപ്ലവകാരിയാണ് VS. ആ മണ്ണിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ. കൊല്ലം ജില്ലയിൽ വിലാപയാത്ര തുടരുന്നു.